എൻ്റെ പേര് സുമി. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഹാർട്ടിന് വാൾവിന് ലീക്കായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നീട് ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞത് അപ്പം ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, റിപ്പയറിങ് മതി എന്ന് പറഞ്ഞു. പിന്നീട് 6 മാസം കൂടുമ്പം വന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെല്ലുന്ന അന്നേരം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അത്ഭുതമാണ്. പിന്നീട് എൻ്റെ മൂത്ത മകന് ഇടത് ഷോൾഡറിന് വേദനയായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അവന് ഈ ഇവിടുത്തെ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പുരട്ടിയതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 2 ചേച്ചിമാർ സിസ്റ്റർമാരാണ്. അവർക്ക് ഞാനന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം എന്നോട് ഒരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സിസ്റ്റർ ജോസിക്ക് ഭയങ്കര ഒരു ഓപ്പറേഷനുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് അവൾ, അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നാമത്തെ ഉടമ്പടിയിൽ അവളുടെ ചേച്ചിയുടെ പേര് വെച്ചു. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ ഓപ്പറേഷൻ്റെ സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജായി, ഇങ്ങനെ മരണത്തോട് മല്ലിട്ടു, അങ്ങനെ വെൻറ്റിലേറ്ററിലൊക്കെ ആയി. അപ്പോൾ എന്തായാലും എൻ്റെ ഈശോയും മാതാവും പൂർണ്ണമായിട്ട് അവളെ സുഖപ്പെടുത്തി. അടുത്ത സാക്ഷി എന്ന് പറയുന്നത് സിസ്റ്റർ സെലിന്. അതും എൻ്റെ ഒരു ചേച്ചിയാണ്. ചേച്ചിക്ക് ഇതുപോലെ ശരീരം മുഴുവൻ വേദനയായിരുന്നു. ഇപ്പം കാലിലും കൈക്കും കാലിന് പാദം നീര് വന്നിട്ട് നന്നായിട്ട് കറുത്ത് ഇങ്ങനെ തൊലി പൊളിയായിരുന്നു. അപ്പം എന്താ അസുഖമെന്നോ ഒന്നും അവിടെ ചെക്കപ്പ് ചെയ്തിട്ട് കണ്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല ഡോക്ടർ. എന്നിട്ട് ഇറ്റലിയിലായിരുന്നു. അപ്പം ഇവിടെ എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെന്നും കൊന്തയില്ലുമായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ സ്വപ്നത്തിൽ എനിക്ക് ചെവിയിലിങ്ങനെ പറയുന്ന ഒരു ആർത്രൈറ്റിസ് എന്ന ഒരു രോഗം, ഞാൻ ആദ്യമായിട്ട് കേൾക്കും ആ രോഗം അതാന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പം എന്നോട് വിളിച്ച് പറയാം, ഈ രോഗം തന്നെയാണ്, അവൾക്കതൊരു വാദമാണ്. ഏതായാലും ഞാൻ കൊന്തയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ മകന് UK പോകാൻ ഭയങ്കര തടസ്സമായിരുന്നു, എന്തുകൊണ്ടും തടസ്സമാണ്. എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അവന് പറഞ്ഞ സമയത്ത് തന്നെ അവന് UK പോകാൻ സാധിച്ചു. അപ്പം അവൻ്റെ വിസയ്ക്ക് ഇങ്ങനെ റിജക്റ്റ് ആകുമെന്നൊക്കെ പറഞ്ഞ് അവന് വിസയ്ക്ക് വേണ്ടി എറണാകുളം പോയി. എറണാകുളത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വിസയും റിജക്റ്റ് ആവുമെന്ന് തോന്നുന്നു, ഇനി വീണ്ടും പൈസ ആക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഈ കാശുരൂപം കൊണ്ടുപോക്കോ. എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ മാതാവിൻ്റെ കാശുരൂപം ഞാൻ അവന് കീശയിൽ പിന്നിട്ട് കുത്തി കൊടുത്തു വിട്ടു. അപ്പം അവന് അതും കൊണ്ട് പോയി. അവനോട് പറഞ്ഞു 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞു ഇത് വിസ ശരിയാകാൻ. അവന് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിൽ വന്നു. രാവിലെ നോക്കുമ്പോൾ അവൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, അവന് വിസ ശരിയായെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹം എൻ്റെ തിരുക്കുമാരനും മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി. കാരണം ഞാൻ ഉടമ്പടി എടുത്തതോടെ കുറേ ഞാൻ ഇപ്പം പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും എല്ലാം പഠിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചു. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി. കാരണപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്കാവുന്ന വിധമൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ആൾക്കാരെ. പത്രം ഇങ്ങനെ ഓരോ വീടുകളിലും കയറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും എന്തെങ്കിലും ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് ഞാൻ അവരെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. അങ്ങനെയെല്ലാം കുറച്ച്